ആ സംഭവം നിർഭാഗ്യകരവും വേദനാജനകമാണെന്ന് അന്നേരം തന്നെ സൂചിപ്പിച്ചു. അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന് പരിഹാരവും നമ്മൾ കാണുന്നു. ഇനിയൊരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുമോ? ഇപ്പോൾ വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. HMC തീരുമാനത്തിൽ മുദ്രാവാക്യം വിളികളും പ്രശ്നവും പ്രതിനിധി അല്ലാത്ത ആൾ കയറി വന്നിരിക്കുക, ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ബോധപൂർവമായി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. MPക്ക് HMC യോഗത്തിൽ പങ്കെടുക്കാം, MPയുടെ പ്രതിനിധിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. പ്രതിനിധിയാണെന്ന് പറഞ്ഞ് ഒരാൾ വരിക, ലഹള ഉണ്ടാക്കുക, ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ താല്പര്യപ്പെടുന്നത്. അത്തരം ഒരു സമീപനമാണ്. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്താകെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണോ പ്രതിപക്ഷം? ആരോഗ്യ വകുപ്പിനെതിരെ വ്യാജ പ്രചരണം നടത്തി ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് തന്നെ മാർച്ച് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ശരിക്കും ന്യായീകരിക്കാൻ വകയുള്ളതാണോ? 68 വർഷത്തെ പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം രാഷ്ട്രീയവൽക്കരിക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസും ലീഗും BJPയും സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ചാണ്ടി ഉമ്മനും തിരുവഞ്ചൂരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാൻ വേണ്ടി തന്നെയാണോ ഈ കലാപ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്? ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസ് റോഡിൽ ഇറങ്ങിയത് ആത്മാർത്ഥമായിട്ടാണോ? മുണ്ടക്കയിൽ വീട് വയ്ക്കാൻ പിരിച്ച പണത്തിൻ്റെ പേരിൽ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടം വീണ ജോർജിനെതിരെ തിരിയുന്നത് പണപ്പിരിവിലെ തട്ടിപ്പ് മറച്ചു പിടിക്കാനാണോ? കോർപ്പറേറ്റ് സ്വകാര്യ മേഖലയ്ക്ക് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം തീറെഴുതാനുള്ള അജണ്ടയും പ്രതിപക്ഷ സമരങ്ങൾക്ക് പിന്നിലുണ്ടോ? സൗജന്യ ചികിത്സയിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും നമ്പർ 1 ആയ കേരളത്തെ കരിവാരി തേച്ച് രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് അധികാരം പിടിക്കാൻ ആകുമോ എന്ന തറ വേലയാണോ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉള്ളത്? പ്രതിഷേധങ്ങൾക്ക് സ്വകാര്യ അജണ്ടയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായുള്ളവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം N. ശ്രീകുമാറിലേക്കാണ് പോകുന്നത്. N. ശ്രീകുമാർ, നോക്കൂ, എന്താണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് പറയേണ്ടത്? വലിയ ആത്മാർത്ഥതയോടുകൂടി പ്രതിപക്ഷം ഒരു സമരം നടത്തുകയാണ്, പ്രതിഷേധം നടത്തുകയാണ് എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ സംഭവിച്ചത്? അതിന് ഒരു ഉത്തരമുണ്ടാകണമല്ലോ. മെഡിക്കൽ കോളേജിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങളുമായി അത് നടത്തിയെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവർ കൂടിയാണ് പ്രതിപക്ഷം. പല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റികളിലുമൊക്കെ അവർക്ക് കൂടി പ്രാതിനിധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളിലൊക്കെ, ജില്ലാ വികസന കമ്മിറ്റികളിലൊക്കെ പ്രതിപക്ഷ MLA-മാർക്കും കൂടി പങ്കാളിത്തമുണ്ട്. ഉദാഹരണത്തിന് കോട്ടയത്തൊക്കെ ആണെങ്കിൽ ചാണ്ടി ഉമ്മൻ കോട്ടയം ജില്ലാ വികസന അതോറിറ്റിയിൽ അംഗമാണ്. അതുപോലെ അവിടുത്തെ മെഡിക്കൽ കോളേജ് അടങ്ങുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് കൂടി പ്രാതിനിധ്യമുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഇടപെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ പെട്ടെന്ന് എന്തോ വീണ് കിട്ടിയതുപോലെ ഒരു പ്രതിഷേധത്തിന് മുൻപിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കേൾക്കുമ്പോൾ അത് ഇന്നലെ വരെ അദ്ദേഹം കാണാത്ത കാഴ്ചകളാണെന്ന് തോന്നിപ്പോകുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി വരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ? ഒന്നത്. രണ്ടാമത്, ഈ പറഞ്ഞ CPM-ൻ്റെയോ അല്ലെങ്കിൽ ദേശാഭിമാനിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇന്ന് വന്ന ചില കമൻറ്റുകളെയൊക്കെ നിങ്ങൾ വിമർശിച്ച മാധ്യമങ്ങളിൽ കണ്ടു. അതിലൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മരണത്തിൻ്റെ വ്യാപാരികളാകുന്നു എന്ന് മുൻപൊരിക്കൽ നമ്മൾ കേട്ടതാണ്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ് മരണത്തിൻ്റെ വ്യാപാരികളാകുന്നു എന്ന്. ഇത് ഇപ്പോൾ വീണ്ടും ഒരു മരണമുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന പേര് വീണ്ടും കേൾപ്പിക്കുന്നുണ്ടോ പ്രതിപക്ഷം?
നോക്കൂ ഡോക്ടർ ലാലേ, നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ലേ എന്തിനാണെന്ന് പ്രതിപക്ഷം, യുവജന സംഘടനകളും ഈ നാട്ടുകാരും ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന്? നിങ്ങൾക്ക് ഈ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല? ഒരു പാവപ്പെട്ട വീട്ടമ്മ 2 മന്ത്രിമാരും നോക്കി നിൽക്കെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച സംഭവത്തിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ? ആരെയാണ് ഈ പരിഹസിക്കുന്നത് നിങ്ങൾ? കേരളത്തിലെ യുവജന സംഘടനകളിലും പ്രതിപക്ഷവും എന്ത് മരണത്തിൻ്റെ വ്യാപാരികൾ? ഒരു പാവപ്പെട്ട വീട്ടമ്മ മരിച്ചിട്ട് പ്രതിഷേധിക്കുന്നതാണോ? എന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്? ആർക്കാ ഉത്തരവാദിത്വം മരണത്തിൻ്റെ? ആരെങ്കിലും ഏറ്റെടുത്തോ? നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പോട്ടെ, അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ട് പോയി, ആരെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചോ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്? നാഥനുണ്ടോ കേരളത്തിൽ ഇന്ന്? മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനത്ത് നമ്മൾ എന്ത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ എൻ ശ്രീകുമാർ താങ്കൾ വളരെ വൈകാരികമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പ്രതിപക്ഷവും നാട്ടുകാരും ചേർന്ന് സമരം നടത്തുന്നത് കണ്ടില്ലേ എന്നിട്ടാണോ എൻ്റെ ഈ ചോദ്യം എന്നാണ് താങ്കൾ ആദ്യം ചോദിച്ചത്. നാട്ടുകാർ സമരം നടത്തുന്നത് ഞാൻ കണ്ടില്ല. പലയിടത്തും പല ജില്ലകളിലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ചാളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നത് ഞാൻ കണ്ടു. മറ്റു പാർട്ടിക്കാരുമുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിനെയും തന്നെ എടുക്കുന്നു. താങ്കൾ ആ ഭാഗത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവർക്ക് പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനങ്ങളുള്ള കോട്ടയത്തെ കാര്യം മാത്രമെടുത്താൽ അവിടെ പോലും ഇവരുടെയൊക്കെ MLA-മാർ കൂടി പ്രാതിനിധ്യം ഉള്ളിടത്ത് അവർക്ക് കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കാലം അത്രയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഈ മരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വീണ ജോർജ് ആണ് എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? നമുക്ക് ആ ദൗർഭാഗ്യകരമായ സംഭവത്തെ എടുത്തു തന്നെ പറയണമല്ലോ. ആ ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്, ഇവിടെ ഒരു മരണം നടന്നിട്ട് ഇങ്ങനെ നിങ്ങളതിനെ അധിക്ഷേപിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ സ്വയം വിമർശനപരമായിട്ട് കൂടി ഈ കാര്യങ്ങളെ കണ്ടു തുടങ്ങണം. മാധ്യമ ചർച്ചയാണിത്. ലാലേ, വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. പ്രതിപക്ഷമാണോ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? ചാണ്ടിയുമ്മൻ ഇന്നലെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 മന്ത്രിമാരോട് ഉണ്ടായിട്ട് അവിടെ എത്തിയ ചാണ്ടിയുമ്മൻ MLA ആണ്. അതാരാ പറഞ്ഞത്? പ്രതിപക്ഷമല്ല പറഞ്ഞേ, ആ വീട്ടുകാർ പറഞ്ഞു, അവരുടെ ബന്ധുക്കൾ പറഞ്ഞു, ആ നാട്ടുകാർ പറഞ്ഞു. ചാനലിൽ ഇന്നലെ ചർച്ചയ്ക്കിരുന്ന നിഷ്പക്ഷ മതികൾ പറഞ്ഞു ചാണ്ടിയുമ്മൻ്റെ അവിടുത്തെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന്. മന്ത്രിമാരെന്താ പറഞ്ഞത്? ഈ കെട്ടിടം തകർന്നു വീണു, അവിടെ തെറിച്ച് അവിടെ ഒന്നുമില്ല, ആർക്കും പരിക്കില്ല, നിസ്സാര പരിക്ക് 2. ഇതൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം ഇതൊക്കെ ആവർത്തിക്കണം. എനിക്ക് അത് തന്നെയാണ് ഇപ്പൊ ചോദിക്കാനുള്ളത്. എനിക്ക് ഇന്നത്തെ ചോദ്യത്തിൽ വളരെ പ്രധാനമായി എൻ ശ്രീകുമാർ ഉന്നയിക്കാനുള്ളൊരു കാര്യം ഇതാണ്. നോക്കൂ, പഴയ കാലഘട്ടത്തിലേതുപോലെ മന്ത്രിമാർ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സംഭവം ഉണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി മുഴുവൻ ചർച്ച നടത്തിയതിന് ശേഷം പിന്നീട് എല്ലാം വ്യക്തമായി രേഖകൾ കൂടി കയ്യിൽ കിട്ടിയതിന് ശേഷം ദൂരദർശനമൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് പറയുന്ന ഒരു കാലമല്ല ഇതെന്നുള്ളത് നമുക്കറിയാം. നമ്മളെന്താ ചെയ്യുന്നത്? മാധ്യമ പ്രവർത്തകർ എന്താ ചെയ്യുന്നത്? ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ നടുക്കിലേക്ക് ഇറങ്ങി നിന്ന് ക്യാമറയും മൈക്കുമായി നമ്മൾ അവിടെ എത്തുന്ന മന്ത്രിമാരോട് ആ കോല് നീട്ടി എന്നാണല്ലോ ആളുകളൊക്കെ കളിയാക്കുന്നത്. ആ കോല് നീട്ടി ചോദിക്കുകയാണല്ലോ നമ്മൾ, എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുത്തി ഇറക്കുകയാണല്ലോ ഈ കോല്, എന്നിട്ട് ചോദിപ്പിക്കുകയാണല്ലോ. അവിടെ നിന്ന് എന്തെങ്കിലും ആധികാരികമല്ലാത്ത വാക്കുകൾ വീണ് കിട്ടിയാൽ അതിനെ ആധികാരികമാക്കി ഈ ധാർമ്മികമായ മൂല്യങ്ങളുടെ മാധ്യമ ആ നിർവചനങ്ങൾക്കകത്തിട്ട് ഉരുട്ടിപ്പെരട്ടി നമ്മൾ രാജിക്ക് വേണ്ടിയുള്ള പ്രതിപക്ഷ ധർമ്മം നിറവേറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതല്ലേ കണ്ടത്? അല്ലാതെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള വാക്കുകൾ അന്വേഷിക്കേണ്ട സമയം അവിടെ ആയിരുന്നോ മാധ്യമ പ്രവർത്തകർ? എൻ്റെ ലാലെ, നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഒരു പാവപ്പെട്ട വീട്ടമ്മ മരിച്ചിട്ട് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. അവിടെ ആരോഗ്യമന്ത്രി ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുക മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. നാളെ പോകുന്നെന്ന് അനിൽകുമാർ, ഇവിടെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് കേട്ടു നാളെ തിങ്കളാഴ്ചയും കാണ്ട് മറ്റന്നാൾ പോകുമെന്ന്. പോയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അവിടെ ഓടിച്ചെന്നത് ആരാ? ചാണ്ടിയുമ്മൻ MLA, പഴയ ഉമ്മൻചാണ്ടിയുടെ മകൻ. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ഒരു നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ്റെ അവിടെ ഒരു MLA അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയടി കൊടുക്കാം. പക്ഷെ അദ്ദേഹം അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ആ നാട്ടിൽ ഉമ്മൻചാണ്ടിക്കുള്ള സ്ഥാനമൊക്കെ എനിക്ക് അറിവിടാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ കൂടി മണ്ഡലത്തിന് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആശുപത്രികളിലൊക്കെ
എന്തുമാത്രം ആ കാലം തൊട്ടേയുള്ള കെട്ടിടങ്ങളുണ്ട് എന്ന് വീമ്പിളക്കിയ കാലത്തിന് ഇപ്പുറം അന്ന് കെട്ടിയ ആ കെട്ടിടം ഇപ്പോൾ വീഴുന്ന സാഹചര്യമായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉള്ള സമിതികളിൽ എന്താ നടക്കുന്നത് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഞാൻ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടാൻ ആയില്ല. കഴിഞ്ഞ ഒരു മാസമായി എടുക്കേണ്ട തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ അറിയോ? പങ്കെടുക്കേണ്ട MP അവിടെ പങ്കെടുക്കുന്നില്ല, ആൻ്റോ ആൻ്റണി. അദ്ദേഹം പകരം ആരെയോ വിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തർക്കമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവ് വൈകുന്നു. അവിടെ ഒരു മാറ്റേണ്ട കെട്ടിടം മാറ്റാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. എന്നിട്ട് ഇന്ന് പത്തനംതിട്ടയിൽ ആ പ്രതിപക്ഷം, ആ കോൺഗ്രസ്സുകാർ, ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടാൻ സമ്മതിക്കാത്തവർ തിരിച്ചു അടിക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ നേരെ. ഈ കാഴ്ച നമ്മൾ കണ്ടു. ഇത് പലയിടത്തുമുണ്ട്. കൂടുതൽ അത് അനിൽകുമാർ വിശദീകരിക്കുമായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഇതും കൂടിയാണ് സാർ. അതും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ലാലെ 10 മിനിറ്റായി എൻ്റെ കെയർ ഓഫിൽ ലാലാ പ്രസംഗിക്കുന്നത്. പിന്നെ എന്തിനാ ഞാനിവിടെ ഇരിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. കാരണം നിങ്ങൾ പ്രതിക്കൂട്ടിലാണ് സുഹൃത്തുക്കളെ. CPM മന്ത്രിമാരും സർക്കാരും പാർട്ടിയും പ്രതിക്കൂട്ടിലാണ്. അറിയാവോ? ജനങ്ങൾ നിങ്ങളെ നിലമ്പൂർ കൈകാര്യം ചെയ്തു. പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു. എന്താണ് ഒരു പാഠം? പാഠം 1 എന്തായിരുന്നു? നുണ പറയില്ല. ഇനി ഞങ്ങൾ നുണ പറയില്ല എന്ന് പഠിക്കുന്നു വിചാരിച്ചു. ഇവിടെ വന്ന് നുണ പറയാ. ഈ കോലും കൊണ്ട് ചെല്ലുമ്പോഴേ ഇന്ന് നിങ്ങളുടെ മന്ത്രി വാസവന കോലിൻ്റെ മുമ്പിൽ ഇന്നും നിന്ന് പലതും പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയാവോ? 11 പേര് അവിടെ മരിച്ചില്ലേ, പ്ലെയിൻ വീണ് മരിച്ചില്ലേ, മന്ത്രി ഉരുട്ടിയിട്ടതാണോ അത് കെട്ടിടം? എന്താണിത് ശ്രീ അനിൽകുമാർ? അങ്ങയുടെ നാട്ടിലല്ലേ ഈ സംഭവം? മന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന്. ഒരു സ്ത്രീ മരിച്ചൊരു വീട്ടമ്മ മരിച്ച് ആ കുട്ടികളുടെ കണ്ണീരടങ്ങിയിട്ടില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ആരോഗ്യമന്ത്രിയോട് എത്തിയിട്ടില്ല, മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് പറയുകയാണ് മന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന്. ഇതാണോ? ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളിത് ആവർത്തിക്കില്ല, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം, ഞങ്ങൾ ആ വീട്ടുകാർക്കൊപ്പമാണെന്ന് പറയേണ്ടതിന് പകരം ന്യായീകരിക്കാൻ നിൽക്കുന്നോ? ഡോക്ടർ ലാൽ എത്ര കടന്ന് പ്രസംഗിച്ചാലും ഉണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ പത്തനംതിട്ടയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ CPM പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കെതിരെ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങൾ ഇനിയും നുണ പറച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇന്നലെ അവിടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടാണോ നിങ്ങളുടെ പരിപാടി? നിങ്ങൾ എന്താ ഉദ്ദേശിച്ച കേരളത്തിലെ ജനങ്ങളെ കുറിച്ച്? നിങ്ങൾ ഇനി പാഠം പഠിക്കില്ലേ? നിങ്ങളെ നമ്മളങ്ങനെ ഒരുമിച്ച് അങ്ങ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺഗ്രസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ കോൺഗ്രസിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നാട്ടുകാരെയും കേരളത്തിലെ ജനങ്ങളെയും മുഴുവൻ ചേർത്ത് നിർത്തി പറയേണ്ടതില്ല. N. ശ്രീകുമാർ, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് താങ്കളിൽ നിന്ന് കിട്ടേണ്ടത്. താങ്കൾ കാണുന്നത് എന്താണെന്നാണ് അറിയേണ്ടത്. ഞാനത് അന്വേഷിച്ചു വരുന്നതിനിടയിൽ താങ്കൾ പൊതുവെ പറഞ്ഞു ഈ CPM-നെയും സർക്കാരിനെയും ഒക്കെ താങ്കൾ ഇപ്പോൾ അടിക്കാൻ ശ്രമിച്ചതൊക്കെ കേട്ടു. ഞാൻ അനിൽകുമാർ എന്താ പറയുന്നത് കേൾക്കട്ടെ. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, 2 ദിവസമായി വീണ ജോർജിന് എതിരെ സംസ്ഥാനം മുഴുവൻ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒരു കൂട്ടം നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതിഷേധത്തിൽ വേണ്ടത് വീണ ജോർജിൻ്റെ രാജിയാണ്. അതിനകത്ത് വീണ ജോർജ് മസിൽ പിടിച്ച് നിൽക്കുന്നു. ചില ആളുകളുടെ പ്രതികരണമാണ്. അവരുടെ ബോഡി ലാംഗ്വേജ് അത്ര ശരിയാവുന്നില്ല, അവർക്ക് വേണ്ട പക്വതയില്ല. മുമ്പ് അവിടെ ഇരുന്നത് VM സുധീരനും KK ശൈലജ ടീച്ചറും ഒക്കെയാണല്ലോ. ഇപ്പോൾ വീണ ജോർജ് എങ്ങനെയാണ്, ഒരു മാധ്യമ പ്രവർത്തക എങ്ങനെയാണ് അവിടെ ഇരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെയുള്ള വീണ ജോർജ് പ്രതികരിക്കുമ്പോൾ ഈ മാധ്യമങ്ങളോട് ഒരു മയം കാണിക്കുന്നില്ല. ഇവരാണോ മന്ത്രിയാകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടു. അവിടെ കോട്ടയത്ത് കഴിഞ്ഞ 2 ദിവസമായി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഭവങ്ങളൊക്കെ വെച്ച് എന്ത് പറയുന്നു ശ്രീ അനിൽകുമാർ? പൂർണ്ണമായി പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ എടുത്തു പറയുക തന്നെയാണോ? അല്ല, പ്രതിപക്ഷം ഇന്ന് പോലീസുകാരെ തല്ലുന്ന കണ്ടു. നമ്മൾ ചാനലുകൾ നോക്കിയാൽ വിമോചന സമരകാലത്ത് എന്താണോ സർക്കാരിനെതിരായി കടന്നാക്രമണം നടത്തിയത്, ആ നിലയിൽ കേരളത്തിലെ പോലീസിനെതിരായി മന്ത്രിമാർക്കെതിരായി കടന്നാക്രമണം നടത്തുകയാണ്. വീണ ജോർജ് അവിടെ കൊട്ടാരക്കര ആശുപത്രിയിൽ രക്തസമ്മർദ്ദം ഉയർന്ന് ഒരു ചികിത്സ തേടിയപ്പോൾ അവിടെ എത്തിയ ബാലഗോപാലിനോട് ഒരു വിമോചന സമരകാലത്ത് മന്ത്രിമാർക്കെതിരെ കുറുവടിയുമായി വന്ന കുറുവാപ്പടയുടെ നിലവാരത്തിലാണ് കോൺഗ്രസ് പെരുമാറിയത്. ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധനുണ്ട്, ഹൃദയ ശസ്ത്രക്രിയ, ഡോക്ടർ ജയകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ്.
കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഒരു ചാനലിൽ പറഞ്ഞത് അവൻ കോട്ടയം ജില്ലാ കളക്ടറെ അദ്ദേഹം എന്ത് വിളിച്ചു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. ശ്രീ ജയകുമാറിനെ പോലുള്ള പ്രവർത്തകരെ എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്യുന്നത്? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നൊരു ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടോ? മുമ്പ് എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടക്കാതിരുന്നത്? അന്നും ശ്രീ ജയകുമാർ അവിടെയുണ്ട്, അതുപോലുള്ള ടീമുകളുണ്ട്, ഇന്നും ഈ ടീം അവിടെയുണ്ട്. പക്ഷെ ഇന്ന് അവിടെ ഹൃദയ ശസ്ത്രക്രിയയുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമല്ല, അവിടെ നിലവിലുള്ള ഹൃദയ ശസ്ത്രക്രിയ ബ്ലോക്കിൻ്റെ ആധിക്യം അല്ലെങ്കിൽ രോഗികളുടെ ആധിക്യം വന്നപ്പോൾ പുതിയൊരു ബ്ലോക്ക് പണിയാൻ സർക്കാർ പണം അനുവദിച്ച് പണിയാൻ തുടങ്ങിയിരിക്കുന്നു. 1-2 പിണറായി സർക്കാരുകൾ 800 കോടി രൂപയാണ് അവിടേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങളവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കെട്ടിടം കാണാം, പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഏറ്റവും ആധുനീകരിച്ച് OP കാണാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുള്ള OP ഒന്നും ഇന്നവിടെ ഇല്ല, അതെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പൊളിക്കാൻ താമസിച്ചു പോയി. അക്കാര്യത്തിൽ വീഴ്ചയുണ്ടെന്ന് വേണേൽ പറയാം. നിങ്ങൾ മൊത്തം പൊളിച്ച കൂട്ടത്തിൽ ഇത് പൊളിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ വീഴ്ചയായിട്ട് വേണേൽ പറയാം. എന്തുകൊണ്ട് പൊളിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അവിടെ 10, 11, 14 നിലകളാണ് സർജിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ 3 ബ്ലോക്കുകളിലെയും ബാത്റൂമുകൾ 60 കൊല്ലം മുമ്പ് പണ്ട് വീടുകളുടെ പുറത്താണ് ബാത്റൂം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഈ 3 ബാത്റൂമുകളും ബാത്റൂം കോംപ്ലക്സുകളും കെട്ടിടത്തിന് പുറത്ത് നിർമ്മിച്ചിരുന്നു. അത് സ്ഥായിയായ കെട്ടിടത്തിനൊപ്പമല്ല, അതിനോട് കൂട്ടിച്ചേർക്കത്തക്കത് നിർമ്മിക്കപ്പെട്ടതാണ്. 2013 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആ ഭാഗം സുരക്ഷിതമല്ല എന്ന നിലയ്ക്ക് റിപ്പോർട്ട് കിട്ടി. 3 കൊല്ലക്കാലം UDF അനങ്ങിയില്ല. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ തുള്ളിക്കളിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം കാണും, കുറ്റബോധം കാണും. എന്നിട്ട് എന്ത് സംഭവിച്ചു? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണ്? ഈ 10, 14, 11, 14 ബ്ലോക്കിനകത്ത് പുതിയ ബാത്റൂം ഉണ്ടാക്കി. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയുന്നു, നമുക്ക് നാളെ അവിടെ പോകാം. അവിടെ ഈ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നു? 11-ാം വാർഡിലും 14-ാം വാർഡിലും ആധുനിക സൗകര്യത്തോടു കൂടി ഈ HDC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ 9 കൊല്ലത്തിനിടയ്ക്ക് പിണറായി സർക്കാർ നല്ല ബാത്റൂം സൗകര്യം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർജിക്കൽ വാർഡ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ കെട്ടിടവും പഴയതാണ്. അപ്പോൾ എന്താണ് സർക്കാർ തീരുമാനം? 6 നിലയിലുള്ള സർജിക്കൽ ബ്ലോക്ക് ഉണ്ടാക്കണം, 8 നില. അതിൽ 2 നില പൂർണ്ണമായും നമുക്ക് സർജറിക്ക് മാറ്റി വെക്കണം, അതിനെ തിയേറ്ററാക്കണം. അതിന് മോഡുലാർ സംവിധാനത്തിലുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്റർ വേണം. അവിടേക്ക് മാറ്റാൻ മന്ത്രിമാർ കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾ ചോര കുടിക്കാൻ നടക്കുന്ന മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രിയുടെ ചോര വിഷമായിരിക്കും. പറയുന്നത് ഒരു മന്ത്രിയായിരുന്ന ഒരാളാണ്, ഒരു മന്ത്രിയുടെ ചോര വിഷമായിരിക്കും. പറയുന്നത് ഇവിടുത്തെ മുൻ മന്ത്രിയാണ്. എന്തെല്ലാം മതിഭ്രമം വന്നിരിക്കുന്നു കോൺഗ്രസ്സുകാർക്ക്. വീണ ജോർജിൻ്റെ ചോരയ്ക്ക് വിഷമാണ് അതിൻ്റെ അകത്തെന്ന് പറയണമെങ്കിൽ മതിഭ്രമം വന്നാലല്ലാതെ ഈ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഒരു നേതാവ് മുൻ മന്ത്രി അങ്ങനെ പറയുമോ? അപ്പം അദ്ദേഹത്തിന് ആ നിലവാരത്തിലേക്ക് അദ്ദേഹം അധപ്പതിച്ചു പോയി. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ആ ഭ്രാന്ത് എവിടെ വരെ എത്തിച്ചിരിക്കുന്നു? ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ 11, 14 ബ്ലോക്കിനകത്ത് പുതിയ ബാത്റൂമുകൾ ഉണ്ടോ ഈ 9 കൊല്ലത്തിനിടയ്ക്ക് പണിതത്? എന്നിട്ട് എന്ത് ചെയ്തു? പഴയ ബാത്റൂം കോംപ്ലക്സ് അടച്ചു പൂട്ടിയെങ്കിലും ഒരു കാര്യം സംഭവിച്ചു. ഏറ്റവും മുകളിലത്തെ നിലയിൽ 10-ാം നമ്പർ ആ ബ്ലോക്കിനോട് ചേർന്ന ഒരു ബാത്റൂം അത് തുറന്നു കിടന്നിരുന്നു. അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നു, അവിടെ വെള്ളമുണ്ടായിരുന്നു. അത് ഉപയോഗിക്കത്തക്കതിലേക്ക് ആരും അറിയാതെ തന്നെ അവിടെയുള്ള നഴ്സുമാരോ ആരെങ്കിലും അനുവദിച്ചിട്ടാവണം അല്ലെങ്കിൽ കണ്ണടച്ചിട്ടാവണം ആളുകൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഉപയോഗിക്കാനിട വന്ന ഒരു വീട്ടമ്മ ദാരുണമായി മരണപ്പെട്ടത് സത്യം. ഞാൻ ഒരു കാര്യം പറയുന്നു, ബാത്റൂം കോംപ്ലക്സ് ആകമാനം ഉപയോഗിക്കപ്പെട്ടിരുന്നായിരുന്നെങ്കിൽ മരണം ഇതാകുമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ ഈ ഒരു മരണം മതിയായില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാദിക്കും. അങ്ങനല്ല അതിൻ്റെ യാഥാർത്ഥ്യം. താഴത്തെ നിലയിൽ 2 എണ്ണവും പൂർണ്ണമായി അടഞ്ഞു കിടന്നിരുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു ബാത്റൂമിൽ പോയ വീട്ടമ്മയ്ക്കാണ് ദാരുണ അന്ത്യമുണ്ടായത്. ഇനി രണ്ടാമത്തെ കാര്യം, മന്ത്രിമാർ അവിടെ ഓടിയെത്തി. മന്ത്രിമാർ നോക്കി നിൽക്കെ കെട്ടിടം വീടെന്നൊക്കെ ഇവിടെ വാദിക്കുന്നുണ്ട് ശ്രീകുമാർ സാറ്. അദ്ദേഹത്തിനും മതിഭ്രമം വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മന്ത്രിമാർ നോക്കി നിൽക്കിയ കെട്ടിടം അവരാണ് വീഴ്ത്തിയത്. സംഭവിച്ചെന്താണ്? അവർ ഒരു 4 കിലോമീറ്റർ അപ്പുറം അവരെ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലുള്ളതുകൊണ്ട് വിവരം അറിഞ്ഞുകൊണ്ട് ഓടി വന്നപ്പം സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെന്താ അവിടെയുള്ള ജീവനക്കാരും രോഗികളും പറയുന്നത്? 2-3 പേർക്ക് നിസ്സാര പരിക്കേറ്റു, അവരെ ആശുപത്രി കൊണ്ടുപോയി. ഇതൊക്കെ മന്ത്രിമാർ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിവിധ ചാനലുകളിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിസ്സാര പരിക്കേറ്റെന്ന് മന്ത്രിമാർ പറയുന്നതിന് മുമ്പ് ചാനലുകളിൽ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മന്ത്രിമാർ പറഞ്ഞറിയണോ അത്?
അപ്പോഴൊരു പ്രശ്നം വന്നു. എന്താണ് പ്രശ്നം? ഇനി ആരും ഉണ്ടാവാനിടയില്ല എന്ന് ചുറ്റും കൂടി നിന്നവർ പറഞ്ഞു. അപ്പോൾ അത് സാധ്യതയാണ്. പക്ഷേ തെരച്ചിൽ നിർത്തുക എന്നല്ല ആരും പറഞ്ഞില്ല. പച്ചക്കള്ളം പറയരുത്. 2, അവിടേക്ക് തിരച്ചിൽ നടത്താൻ JCB കൊണ്ടുവന്നോ? എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജെയ്മോൻ, ചങ്ങളക്കാരനായ ജെയ്മോൻ, ഞാൻ ഫോൺ നമ്പർ തരാം. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്കാണ് ഫോൺ കോൾ വരുന്നത്. 10:49 ഈ അപകടം ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത്. 4-5 മിനിറ്റിനകം നിങ്ങളുടെ JCB കൊണ്ടുവരാ. കോൾ വന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ ജെയ്മോൻ എൻ്റെ വീടിനടുത്താണ്. അതെ, എൻ്റെ വീടിനടുത്താണ്. അല്ല, ജെയ്മോൻ എൻ്റെ വീടിനടുത്താണ്. ചെങ്ങളത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ വീട്ടിൽ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ. ആ ജെയ്മോൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ JCB വന്നപ്പോൾ കൊണ്ട് കയറത്തിന് കാരണം എന്താണ്? ഒരു 4 കെട്ടിനകത്ത് കിടക്കുന്ന പോലെയാണ് ഈ സ്ഥലം. പണ്ടൊക്കെ പണിത കെട്ടിടമല്ലേ, അതിനിടയ്ക്കൂടെ വഴിയുണ്ടോ? അപ്പോൾ എന്ത് വേണം? വഴി ഉണ്ടാക്കണം. എങ്ങനെ വഴി ഉണ്ടാക്കും? കെട്ടിടം പൊളിക്കണം. കെട്ടിടം പൊളിക്കണേ അവിടെ രോഗികൾ താമസിക്കുകയാണ്. നിങ്ങൾ JCB കൊണ്ട് ഇടിക്കണമെങ്കിൽ കറണ്ട് കണക്ഷൻ ഇല്ലേ? ആരിടിച്ച് പൊട്ടിക്കും? ആരത് നശിപ്പിക്കും? അപ്പോൾ എന്തു വന്നാലും ചെയ്യണമെന്നൊരു തീരുമാനമെടുത്ത് JCB അതിനകത്ത് കയറ്റി കെട്ടിടം പൊളിച്ചു. ഇത് മരിച്ചുപോയ ബിന്ദുവിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിസ്തൃതൻ അദ്ദേഹത്തിൻ്റെ ആ സന്ദർഭത്തിൽ അവിടെ പറയുന്നതൊക്കെ ചാനലിൽ നമ്മളതിനെ കേട്ടതല്ലേ. അപ്പോൾ എന്താണ് പ്രശ്നം? മന്ത്രിമാർ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ടായ ഊരം അവിടെ പറഞ്ഞു. JCB കൊണ്ടുവന്ന് പരിശോധിച്ചു. ഞാൻ പറയുന്നത് ഈ വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ ശിവകുമാർ സാറേ? ആ റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നറിയാമോ? ശ്വാസം മുട്ടിയല്ല മരിച്ചത്. ഈ അപകടത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ അവർക്കുണ്ടായ ആഘാതം, ബീമുകളാണ്. അതിൻ്റെ ഇടയിലാണ് പെട്ട് മരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ദാരുണമായ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ അത് വെച്ച് നിങ്ങളെ തല്ലുക. ആരെയാണ് നിങ്ങൾ തല്ലുന്നതെന്ന് അതൊക്കെ പറയാമോ എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമോ? ഇപ്പോൾ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയല്ല മരിച്ചത്, ഈ തലക്കേറ്റ ആഘാതത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യണോ? ഇപ്പോൾ പറയണോ എന്ത് തെളിയിക്കാനാണെന്നാണ്? എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാം, അത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ് എന്നാണ്. മാധ്യമങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേരാം, ആ കാര്യങ്ങൾക്കും അവകാശമുണ്ട് എന്നൊക്കെയാണ്. ഞാൻ വരാം അനിൽകുമാർ, ഞാൻ വരാം. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു 10 സെക്കൻഡ് വേണ്ടി തരാം. അല്ല, ഈ 2 മന്ത്രിമാരോട് കൂടി അതിൻ്റെ മേലെ താണ്ഡവമാടി ശ്വാസം കിട്ടാതെ മരിച്ചു നിലയ്ക്കായിരുന്നു 2 ദിവസത്തെ ചർച്ചകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആരോഗ്യ മേഖലയെ നമ്പർ 1 ആക്കിയോ? ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് ചോദിക്കുന്നു, നിപ്പ വന്ന മുഴുവൻ പേര് മരിച്ചുപോയോ? ഈ 1 മാസത്തിനിടയ്ക്ക് മലപ്പുറം ജില്ലയിൽ നിപ്പ വന്ന ആ രോഗിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയല്ലേ? ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിൽ ഒരാൾ മരിച്ചില്ല. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയുകയാണ്, നിങ്ങൾ കേരളത്തെ അവമാനിക്കാൻ നടക്കുമ്പോൾ ഈ മന്ത്രി ഉണ്ടല്ലോ, ഇതിനു മുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു, കോവിഡ് കള്ളി നിങ്ങൾ വിളിച്ച മന്ത്രി, കോവിഡ് കള്ളി. ആ മന്ത്രിയാണ് PPE കിറ്റിട്ട് ഒരു നിപ്പ രോഗി മോചിതമായ സന്ദർഭത്തിൽ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കേട്ടോ, ശരീരം വെച്ചുള്ള ജീവൻ വെച്ചുള്ള കളിയാണ് കേട്ടോ, ജീവനെങ്കിൽ ജീവൻ, ഞാൻ അകത്ത് കയറും. അങ്ങനെ PPE കിറ്റിട്ട് അകത്ത് കയറിയ ഒരു ശൈലി ടീച്ചറുടെ അവരെ രാജിവെപ്പിക്കാനും അവരെ കോവിഡ് കളി എന്ന് പറയാനും അവരെ തോപ്പിക്കാനും എന്തെല്ലാം പുലയാട്ടം നടത്താനും മടിയില്ലാത്തവരല്ലേ നിങ്ങൾ. ശരി, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിതൊരു അവസരമാക്കാൻ ഉപയോഗിക്കുന്നു, അതൊക്കെ ജനങ്ങൾ വകവെക്കൂല. ശരി ശ്രീകുമാർ, ഞാനൊരു 10 സെക്കൻഡ് അനിൽകുമാറിന് തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് 1 മിനിറ്റ് വരെ കൊടുക്കുകയും ചെയ്തു. അത് തരാം N ശ്രീകുമാറിനും ഞാൻ അടുത്ത റൗണ്ടിൽ. ആ 1 മിനിറ്റ് അങ്ങ് അവകാശമായി തന്നെ വെച്ചോളൂ. N ലാൽകുമാർ, നോക്കൂ, ഈ കാര്യത്തിലൊക്കെ എന്താണിപ്പോൾ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട ആ ബിന്ദുവിന് സംസ്ഥാന സർക്കാർ ഒപ്പം കൂടെയുണ്ട്. അവിടെ ഇന്ന് മന്ത്രിമാർ പോയിട്ടുണ്ട്. ഇനിയും വീണ ജോർജ് പോകുന്നതിനെക്കുറിച്ചാണ് നേരത്തെ N ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുൾപ്പെടെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എന്താണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചർച്ച നോക്കൂ, അതൊന്നുമല്ല. ഈ ഘട്ടത്തിൽ കേരളം പ്രവചിച്ചതുപോലെ ഒരു പ്രളയം വരും, ഒരു നിപ്പ വരും, അല്ലെങ്കിൽ മറ്റതൊക്കെ വരും, അങ്ങനെ നമുക്ക് വീണ്ടും ഭരണത്തിലേറാൻ പറ്റും എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. 2021 മുമ്പ്. ഇപ്പോൾ 2026 ആകുമ്പോഴേക്കും ഇതുപോലെ കെട്ടിടങ്ങൾ ഇടിയും മരണം സംഭവിക്കും എന്ന് പറയുന്ന ആളുകളെപ്പോലെയുണ്ട്. അതേ ആളുകൾ അവിടെ പോയി നിന്ന്
പലതും പറയുകയാണ്, പലതും മറന്നുകൊണ്ട്. നമുക്ക് ആ ചർച്ചയിലേക്ക്, ആ ബിന്ദുവിൻ്റെ കാര്യത്തിലേക്ക് പോകാനും മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലേക്കും പോകേണ്ട സമയത്ത് നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടി വരുന്നു. ലാൽകുമാർ, കാണുന്നുണ്ടോ ഈ കാഴ്ചകൾ? അത് ഇവിടെ എൻറ്റയർ എപ്പിസോഡ് വളരെ അൺഫോർച്ചുനേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അൺഫോർച്ചുനേറ്റ് മീൻസ് അവിടെ ആ ബിൽഡിംഗ് താഴെ കൊളാപ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രയോറിറ്റീസിൽ ഒരു വലിയ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പം നോക്കൂ, ഒരു ആളുടെ മരണം സംഭവിച്ചിരിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ആ മരണം നമ്മൾ ആരും ആഗ്രഹിച്ച് നടക്കുന്നതല്ലല്ലോ. കാര്യം നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരാൾ ഇതിനടിയിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരാളുണ്ട് എന്ന് പ്രതീക്ഷിച്ചില്ല. അത് മന്ത്രി ഈ ലോകത്തോട് ഇൻഫോം ചെയ്യുന്നത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഇൻഫർമേഷൻ ആര് കൊടുത്തു എന്നുള്ളത് നമ്മൾ പിന്നീട് അറിഞ്ഞു. അല്ലെ പ്രിൻസിപ്പളും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ സൂപ്രണ്ടും ഒക്കെ പറയുന്നു അവരാണ് മിനിസ്റ്ററെ ഇൻഫോം ചെയ്തത്. അങ്ങനെ ഒരു കാഷ്വാലിറ്റി അവിടെ ഇല്ല, 2 പേരുണ്ടായിരുന്നു, അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അതൊരു ഒരു ഇനീഷ്യൽ റെസ്പോൺസാണ്. ആരാ അങ്ങനെ ചെയ്യാത്തേ? കാര്യം ഒരു ആക്സിഡൻറ്റ് നടന്ന് അവരുടെ കയ്യിലേക്ക് ഒരു ഇൻഫർമേഷൻ വരുമ്പം ഈ ലോകത്തിനോട് അവർ വിളിച്ചു പറയുകയാണ്. അവർ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ലേഡി അവർ വിളിച്ചു പറയുകയാണ് കാഷ്വാലിറ്റി ഒന്നുമില്ല എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അത് കഴിഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു കാരണത്താൽ പിന്നെ ആരോഗ്യമന്ത്രി ഒരു വലിയ പ്രശ്നക്കാരിയായി മാറുന്നതിന് വലിയ കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അത് ആദ്യം കേരളത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയക്കാരിപ്പം കോൺഗ്രസ്സുകാർ ഇതിനെതിരെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്, സാധാരണഗതിയിൽ തന്നെ സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ലാലേട്ടൻ്റെ വർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് നാളായിട്ട് വീണ ജോർജിനോട് ഒരു ചുരുക്കുണ്ട്. അത് നമുക്ക് വളരെ പ്രകടമായി കാണാം. മറ്റ് മന്ത്രിമാരോട് കാണിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്രൂശിക്കുന്ന ഒരു അവസ്ഥ വീണ ജോർജിന് നേരിടേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം അവർ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തക ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ഞാൻ നേരത്തെയും ഇപ്പം പറഞ്ഞു ആദ്യമായി ഈ ചർച്ചയിൽ സൂചിപ്പിക്കുന്ന ഒരാളല്ല, ഇതിനു മുമ്പും ഞാൻ ഉള്ളൊരു കാര്യമാണ്. വീണ ജോർജിന് ഒരു അഡീഷണൽ ബേർഡൻ ഉണ്ടോ? അവർക്കൊരു അഡീഷണൽ ബേർഡൻ ഉണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ അവരോട് ഒരു മര്യാദയും കാണിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു വളരെ സ്വാഭാവികമായ ഒരു മറുപടി. ആ മറുപടിയിൽ ആരാ അങ്ങനെ ചെയ്യാത്തത് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ശ്രീകുമാർ ഏട്ടനോ അനിലേട്ടനോ ഞാനോ ആരേലും ആ സ്ഥാനത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യത്തില്ലേ? ഇതെല്ലാം ഇൻ ആൻഡ് ഔട്ട്സ് അറിഞ്ഞിട്ട് അവസാന നിമിഷത്തേക്ക് നോക്കിയിരിക്കുകയാണോ? അങ്ങനെയല്ല. അത് ആ ഭാഗം. 2, കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നയം നോക്കൂ. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട 2 ആസ്പെക്റ്റ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. അപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആസ്പെക്റ്റ് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം, കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് ഞാൻ രണ്ടാമത് കൊണ്ടുവരാം. അത് ആദ്യം കൊണ്ടുവരുന്നില്ല. ആദ്യം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഈ CPIഎമ്മിൻ്റെ സർക്കാർ, കഴിഞ്ഞ വർഷത്തെ സർക്കാരായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാരായാലും VS അച്യുതാനന്ദൻ്റെ കാലത്തെ സർക്കാരായാലും ഈ പിണറായിയുടെ 2ാം സർക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്ന വിഭാഗം അല്ലെങ്കിൽ വകുപ്പ് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് റോഡൊക്കെ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത് പ്രതിപക്ഷത്തിനുണ്ടാവും. കാര്യം അത് ഫെയിലിയറായി എന്ന് പറയാൻ അവർ ഉറപ്പിച്ച് പറയും. ഇതുപോലെ ഇത് ഫെയിലിയറാണ്, ഇതൊരു മോശം സാഹചര്യമാണ് എന്ന് പറയും. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് ഒബ്ജക്റ്റീവ്ലി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. നോക്കൂ, നമുക്ക് ന്യൂയോർക്കിലുള്ള ഹെൽത്ത് സിസ്റ്റം ഇവിടെ ഉണ്ടോ? അങ്ങനാണോ നമ്മൾ നമ്പർ 1 ലോകത്തിലെ ഏറ്റവും നല്ല ഹെൽത്ത് സിസ്റ്റം ഉള്ള സ്ഥലം കേരളം എന്ന് കേരളത്തിലെ ആർക്കേലും വാദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള നമ്പർ 1 എന്ന് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല ആയിട്ട് പെർഫോം ചെയ്യുന്നത് കേരളമാണ്. ഒന്നത്. എനിക്ക് വിദേശത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവരെല്ലാം അവിടെ ഒരു എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി, ഒരു പല്ലെടുക്കാൻ കേരളത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. കാര്യം അവിടെ എക്സ്പെൻസീവാണ്. കേരളത്തിൽ അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മുടെ പൊതുജന പബ്ലിക് സെക്ടർ ആണെങ്കിലും അല്ല പ്രൈവറ്റിലാണെങ്കിൽ പോലും വെളിയിലത്തേനെക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫിൽട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. ഡെൻസിറ്റി വളരെ കൂടുതലാണ് അത്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ആൾക്കാർ വന്ന് ഈ പറയുന്ന ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ട്.
അപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും, ഞാൻ യൂറോപ്പിൽ 2 കൊല്ലം താമസിച്ചപ്പം ഒരു പനി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റലിലോട്ട് ചെല്ലില്ലെന്നാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോഴാണ് തോന്നുന്നു H1N1 എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. ആ H1N1 വന്നപ്പം നമ്മുടെ ആരോഗ്യവകുപ്പ്, അതിപ്പോൾ കോൺഗ്രസിൻ്റെ ആരോഗ്യവകുപ്പാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ആരോഗ്യവകുപ്പ് പറഞ്ഞത് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനാണ്. ഏറ്റവും കൂടുതൽ പേരെ അഡ്മിറ്റ് ചെയ്ത സമയം ഈ സമയമാണ്. VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ H1N1 ഡീൽ ചെയ്തത്. ഞാൻ അന്ന് ഇംഗ്ലണ്ടിലുണ്ട്. അന്ന് അവിടെ എന്താ പറഞ്ഞെന്നറിയോ? ഒരു കാരണവശാലും ആശുപത്രിയിലോട്ട് വരരുത്, വീട്ടിൽ തന്നെ ഇരുന്നോണം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു സത്യമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷ് സൊസൈറ്റി നിന്നിട്ട് അവിടെ നിന്ന് H1N1 കാര്യം വന്നപ്പോൾ ഇനി നാട്ടിൽ വരേണ്ടി വരുമോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളൊരു നിമിഷമുണ്ട്. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് കേരള നമ്പർ 1 എന്ന് പറയുന്നൊരു വാദം, അത് നമ്മൾ അഭിമാനാർഹമായി തന്നെ പറയേണ്ട ഒരു വിഷയമാണ്. അതൊരു മതിലിടിഞ്ഞു വീണാലോ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാലോ അത് പോകുന്ന ഒരു കാര്യമായി എന്നെ കേൾക്കുന്ന ജനം കരുതരുത്. ശ്രീമാറിയേട്ടൻ പറയുന്നതിന് ശ്രീമാറിയേട്ടന് ഡെഫിനറ്റ്ലി രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം വളരെ വികാരാധീനനായി സംസാരിച്ചു, നല്ലത് തന്നെയാണ്. ആ വികാരം പൊതുജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനോട് ഞാൻ അതിൻ്റെ ഗുഡ് ഇൻറ്റൻഷനെ ഞാൻ അക്നോളജ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മാത്രമേ ഈ വികാരം പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഫലിപ്പിക്കുകയാണ് കേരളത്തിൽ ലാൽകുമാർ. അതാണ് ഇപ്പം നോക്കൂ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രതിപക്ഷത്തിൻ്റെ നമ്മളുടെയൊക്കെ എങ്ങനെയാണ് ഇൻഫർമേഷൻ എത്തുന്നത്? നമ്മളെ ബാക്ക് ഫുട്ടിലും ഫ്രണ്ട് ഫുട്ടിലും ആക്കി നിർത്തുന്ന ആരാണ്? ഈ പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയാം. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് പുറയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പുറയിലാണ് നിൽക്കുന്നത്, അല്ലെ ലാൽകുമാറോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന CPM പുറകോട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് മറ്റൊരാളാണ്, നമ്മളല്ല പറയുന്നേ. അതിന് ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് വലിയ മൈലേജ് കിട്ടുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. ആ മാധ്യമങ്ങൾ കുറേ നാളുകളായിട്ട് ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരാണ്. നോക്കൂ, അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയമാണ്, കാണേണ്ട ഒരു വിഷയമാണ്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത് ഇതിനകത്ത് വന്നേക്കുന്ന രസകരമായ ഒരു കാര്യം, കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് കണ്ടൻഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ഇത് പോയി. അങ്ങനെ ഇടപെടരുത്. കാര്യം വെൻ യു ആർ ടോക്കിംഗ് എ സീരിയസ് ബിസിനസ് അത് ചെയ്യരുത്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിഷയം, ഞാൻ ആരോഗ്യ കമ്പാരിസൺ നടത്തി. കേരള നമ്പർ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ നിന്നത്. നോക്കൂ, കേരള നമ്പർ 1 എന്ന് പറയുന്ന ആസ്പെക്റ്റ് നമ്മൾ പറയും ഇത് നമ്പർ 1 അല്ല എന്ന് നമ്മുടെ പ്രതിപക്ഷം അങ്ങ് പറയുക. ഈ കേരളം നമ്പർ 1 ആയി എന്ന് പറയുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ഇപ്പോഴും അക്നോളജ് ചെയ്ത് തന്നെ ഞാൻ എല്ലാ ചർച്ചകളും പറയുന്നൊരു കാര്യമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ വിജയമാണത്. പിണറായി വിജയൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിജയമാണ്. അതിനകത്ത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഇവരുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ എന്താ? ഇവരുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ ഇതൊന്നും നമ്പർ 1 അല്ലെന്നാ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഇൻസിഡൻറ്റ് നടന്നു. ഇതിനു മുമ്പ് മെഡിക്കൽ കോളേജിലെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടു. ഇതൊക്കെ മാറ്റിവെച്ചാലും കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാമത് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് അതിനകത്ത് ഒരു സംശയവുമില്ല. അതിനകത്ത് എനിക്കൊരു സംശയമില്ല. നമുക്ക് ന്യൂനതകളുണ്ടോ? ന്യൂനതകളുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ന്യൂനതകളാണോ നമുക്ക് ഇപ്പോൾ ഉള്ള ന്യൂനതകൾ? അല്ല. അനിലേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഈ പറയുന്ന ഒരു മെഡിക്കൽ കോളേജിനകത്ത് എന്നെ കേൾക്കുന്നവരെന്ന് ആലോചിച്ചാൽ മതി. മെഡിക്കൽ കോളേജിനകത്ത് എത്ര പേരാണ് വന്ന് ഒഴുകുന്നതെന്ന് നമുക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പടപട വണ്ടി വന്ന ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനൊരു ബിൽഡിംഗ് ടോട്ടലി ടോപ്പിൾ ഡൗൺ ചെയ്ത് പോയിട്ട് കൊളാപ്സ് ചെയ്ത് പോയിട്ട് ഒരാളാണ് മരിച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ ബിൽഡിംഗ് ഫങ്ഷണലല്ലായിരുന്നു. കാര്യം ആ ബിൽഡിംഗ് ഫങ്ഷണലായിട്ടുള്ളൊരു ബിൽഡിങ് അവിടെ ആൾക്കാർ പോകുന്നൊരു സ്ഥലത്ത് ആയിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരു 150 പേരെങ്കിലും മരിച്ചേനെ. അപ്പം ഇതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ അതിവൈകാരികമായി സംസാരിച്ചൊരു കാര്യമാണ് ശ്രീമാറിയേട്ടൻ പറഞ്ഞ പോലെ. ഞാൻ ഇനിയിപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ ആസ്പെക്റ്റിലേക്ക് വരാം. നോക്കൂ, നമ്മൾ വികാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമ്മൾ നോക്കൂ, ഇതെന്നാ നിങ്ങൾ എങ്ങനെ ഇതിനെ ഒരു ക്രോക്കഡൈൽ ടിയർ പോലെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും ഭാഷയിൽ ഉപയോഗിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴാണ് നടന്നതാണ് എൻ്റെ ഓർമ്മ. പുറ്റിങ്കൽ വെടിക്കെട്ടിൽ 107 പേരെ മറ്റാണ് മരിച്ചത്. 107 പേര്. അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു, ജില്ലാ കളക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാഞ്ഞിട്ട്
ആഭ്യന്തര വകുപ്പ് സൈലൻസ് കീപ്പ് ചെയ്തതുകൊണ്ടാണ് ഈ പരിപാടി നടന്നതെന്ന്. ഈ നാട്ടിൽ നടന്ന കാര്യമാണ്. ജില്ലാ കളക്ടറുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സെൻസേഷണലായിട്ട് സെൻസിറ്റീവായി മാറിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 107 പേരുടെ ജീവൻ പോയ വിഷയത്തിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ കളക്ടർ നിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, അന്ന് രാജിവെച്ചിരുന്നു. ഞാൻ പറയുന്ന ഈ പറയുന്ന ഒരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി വീണ ജോർജിൻ്റെ രാജി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ അറിവിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലായിരുന്നു. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചാണ്ടി ഉമ്മൻ അവിടെ ചെന്നു, ചാണ്ടി ഉമ്മൻ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. ഈ പറയുന്ന അനിലേട്ടൻ MLA ആയിട്ടാണോ അവിടെ ഓടിച്ചെന്നത്? കോട്ടയത്തെ ജനങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ചെല്ലുന്നത്, CPM-ന്റെ നേതാവായതുകൊണ്ടാണ് ചെല്ലുന്നത്. അവിടെ MLA ആയാലും മന്ത്രിയാണെന്ന് മാത്രമുണ്ടോ? അങ്ങനെ അല്ലാത്ത ഒരുപാട് പേര് പഞ്ചായത്തുകളിലുള്ളവര്, ബ്ലോക്കിലുള്ളവരൊക്കെ ഓടി ചെന്നിട്ടുണ്ടെന്നേ. അതിന് ചാണ്ടിയൂമിന് മാത്രം ഒരു നാട്ടുകാർക്ക് ക്യാമറക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ കൂടി വീണ ജോർജ് വീട്ടിലിരുന്നാലും ഒരുപക്ഷെ ഇതേ വാദം ഉന്നയിച്ചേനെ എന്നാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീകുമാർ, അത് നേരത്തെ ലാൽകുമാർ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ വീണ ജോർജ് പിന്നീട് കുറ്റക്കാരിയായി മാറുന്നതിലൊരു പ്രത്യേക കാര്യമുണ്ട് അത്രേ. അത് കേരളത്തിൽ കുറച്ചു കാലമായി കേൾക്കുന്നതാണ്. വീട്ടിലിരുന്നാലും അവർ രാജിവെക്കേണ്ടി വന്നേനെ. ഈ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട് ആ മന്ത്രിയാണെങ്കിൽ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നമായി കാണുന്നത്. ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നേരത്തെ പുറ്റിങ്ങൽ വെടിക്കെട്ടിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറയണ്ടേ? 107 പേരുടെ മരണം ഉണ്ടായെങ്കിൽ. അങ്ങനെയുള്ള ഒരു കാര്യമല്ലല്ലോ ഇത്. ഒരു കെട്ടിടം 68 കൊല്ലം ആയി പ്രവർത്തിക്കുന്ന കെട്ടിടം, അത് മാറ്റാൻ തീരുമാനമെടുത്തതാണ്. അവിടെ അത് ഇടിഞ്ഞു വീണും മരണപ്പെട്ടു ഒരു സ്ത്രീ എന്നുള്ളത്, ഒരേ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണവും നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതുപോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഉള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ ഈ ചർച്ചകൾ ഏത് വഴിക്കാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ശ്രീകുമാർ നമ്മൾ ഈ റോഡുകളിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഈ സമയത്ത് വീണ ജോർജിൻ്റെ രാജിയുമായി ആവശ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം താങ്കൾ നേരത്തെ പറഞ്ഞു, നിലമ്പൂരിനെ ഒക്കെ താങ്കൾ ടച്ച് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ലാൽകുമാറിനെ പോലെ ഈ ഞാൻ ഇടയ്ക്ക് ഇടപെട്ടാൽ ഈ കണ്ടൻഷൻസ് പ്രശ്നമാകില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത്. ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഓരോ മിനിറ്റിൽ 1 മിനിറ്റ് പൂർത്തിയായിട്ടെങ്കിലും ഞാൻ ആ സംശയങ്ങളുണ്ടെങ്കിൽ വരാം. താങ്കൾ പറഞ്ഞോളൂ. അല്ല, എനിക്ക് 1 മിനിറ്റ് അനിൽകുമാർ വക്കീലിന് കൊടുത്തതുപോലെ കൂടുതൽ തരണ്ട, ഉള്ള മിനിറ്റിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ മതി. അതായത് ഇവിടെ അനിൽകുമാർ വക്കീൽ ഒരു കാര്യം പറഞ്ഞു, അവിടുത്തെ കെട്ടിടത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. 9 വർഷം ഭരിച്ചത് അങ്ങയുടെ പാർട്ടിയല്ലേ? 9 വർഷം ആരോഗ്യവകുപ്പ് ഭരിച്ചതും അങ്ങയുടെ പാർട്ടി. എന്നിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ എന്താണ് ശ്രീ ലാലെ പ്രശ്നം? ആശുപത്രി കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവും അതുപോലെ പ്ലെയിൻ അപകടവും ഒക്കെ വേറെ. ഒരു ആശുപത്രിയിൽ പോകുന്ന ജീവൻ നിലനിർത്താനാണ്. തൻ്റെ മകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു അമ്മ ഒരു മകളുമായിട്ട് ആശുപത്രിയിൽ എത്തുന്നു. ആ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അമ്മ മരിക്കുന്നു, ആ കുട്ടി അനാഥയാകുന്നു. അവിടെയാണ് വിഷയം. അതും പുറ്റിങ്ങൽ വെടിക്കെട്ടൊന്നും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വ്യക്തിപരമായിട്ട് ആരും എതിർക്കുന്നില്ല. അവർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിൽ അവരെ ആരെങ്കിലും എതിർക്കാൻ പോകുമോ? ഇല്ല. അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പാണ്, പൊതുജനാരോഗ്യ വകുപ്പാണ്. പൊതുജനാരോഗ്യ വകുപ്പ് നമ്പർ 1 ആണ്, വർഷങ്ങളായിട്ട് നമ്പർ 1 ആണ്. അല്ലാണ്ട് 2016 തൊട്ടല്ല. നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി, ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ വിമർശിക്കില്ല. എന്താ കാരണം? കേരളത്തിൽ കിട്ടാത്ത ഏതെങ്കിലും ആധുനികമായ ചികിത്സ പുറത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആർക്കും അത് അനുഭവിക്കാം. അതിലെന്താ തെറ്റുള്ളത്? ജീവനാണ് പ്രധാനം. മുഖ്യമന്ത്രിക്ക് ജീവനാണ് പ്രധാനം. അതുപോലെ തന്നെയാണ് ബിന്ദുവിനും മകളുടെ ജീവനായിരുന്നു പ്രധാനം. അതേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഇതിലെന്താ പ്രശ്നമുള്ളത്? രാഷ്ട്രീയക്കാർ ഇന്ന് വരും നാളെ പോകും. ഞാൻ പക്ഷമുള്ള രാഷ്ട്രീയക്കാരനാണ്. ലാൽകുമാർ, എൻ്റെ സുഹൃത്ത് ലാൽകുമാറും പക്ഷമുള്ള ഒരു വക്കീലാണ്. അനിൽകുമാർ നല്ല രാഷ്ട്രീയ നേതാവുമാണ്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിപരമായിട്ടാണ്. മന്ത്രി വീണ ജോർജ് പാർട്ടി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവിടെ പ്രശ്നം. ഈ പാർട്ടി സിസ്റ്റം ഇന്ന് തകരാറില്ല. ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റം തകരാറിലാണെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ പാർട്ടി സിസ്റ്റം ടോട്ടൽ തകരാറാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് ഈ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. പത്തനംതിട്ടയിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയ ഗോപകുമാർ. അദ്ദേഹവും ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള തർക്കവും വിളിച്ചെടുക്കാത്തതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പത്തനംതിട്ടയിലെ CPM പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നും വന്നു.
പാർട്ടി സിസ്റ്റം തകരാറായി, ആരോഗ്യ സിസ്റ്റം മാത്രമല്ല. അല്ലാതെ വീണ ജോർജിനെ വ്യക്തിപരമായിട്ട് ആൾക്ക് അവർ നാളെ ആരോഗ്യമന്ത്രി ശ്രീകുമാർ ഒന്ന് കേൾക്കൂ. ഞാൻ 2-3 മിനിറ്റ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. പക്ഷെ താങ്കൾ കടന്നു പോകുന്നതൊക്കെ വേറെ വഴിയിലൂടെ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഈ ഘട്ടത്തിൽ ഇടപെടട്ടെ. വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ്. അവർ ഉത്തരം പറയേണ്ട കാര്യങ്ങൾക്ക് അവർ ഉത്തരം പറയും. ആ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട സമയത്ത് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് നടന്ന സംഭവത്തിലാണ്. അതൊരു ആരോഗ്യ ആലയമായതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് എന്നാണ്. ആ ആരോഗ്യ ആലയത്തിൽ അവിടെ മറ്റു പലർക്കും ഉത്തരവാദിത്തമുണ്ട് സാർ. ഞാൻ അതാണ് പറഞ്ഞത്. കോട്ടയം ജില്ലാ വികസന സമിതിയിൽ അവിടെ കോൺഗ്രസിൻ്റെ MLA അവിടെ പ്രാതിനിധ്യമുണ്ട്. അവിടെ മെഡിക്കൽ കോളേജ് കൂടി നിൽക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഈ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ അതിനകത്ത് പ്രാതിനിധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അവർക്ക് ഈ കാലം അത്രയും അറിയില്ലായിരുന്നോ ഈ കെട്ടിടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? അവർ ഇടപെട്ടോ? അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ വന്നപ്പോൾ പറഞ്ഞു പോയ, അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പോയ ഒരു വാക്കിലാണോ ഇപ്പോൾ അവരുടെ രാജി വേണ്ടത്? എൻ്റെ ലാലെ, നിങ്ങൾ ഈ കൈരളി ചാനലിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, 1 മണിക്കൂർ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വീണ ജോർജിനെ ഇവിടെ പരാമർശിച്ച് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനതിന് ഉത്തരം പറഞ്ഞത്. അല്ല, ഞാനത് പറയുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ പരാജയവും പാർട്ടി സിസ്റ്റത്തിൻ്റെ പരാജയവുമാണ്. അവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ കോട്ടയംകാരനല്ല, ശ്രീ അനിൽകുമാറിനെ അറിയുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ 2 വർഷമായിട്ട് ആശുപത്രി വികസന സമിതി ചേർന്നിട്ടില്ല. ശരിയാണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ മറ്റേ നേതാക്കൾ പറഞ്ഞ് കേട്ടതാണ്. കോട്ടയം ജില്ലയിലുള്ള തിരുവഞ്ചൂരിനും മുൻ മന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനും ചാണ്ടി ഉമ്മനുമൊക്കെ ഇത് കൂടാത്തതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുമില്ലേ? ഞാനത് പിന്നീട് അനിൽകുമാറിലേക്ക് ചോദിക്കാം. എനിക്കറിയാത്തതുകൊണ്ടാണ്. ശ്രീ ഡോക്ടർ ലാലേ, ഒരു മന്ത്രി എന്ന് വെച്ചാൽ ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്തം. ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എൻ്റെ ചങ്ങാതിമാരെ, ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? ഒരാളെങ്കിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് ആ പാപ സൂപ്രണ്ടാ പറഞ്ഞത്. അല്ലല്ല, അത് അങ്ങനെയാണെങ്കിൽ DME കൊടുത്ത കത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കെട്ടിടം ഇടിച്ചു പൊളിച്ച് മാറ്റാനായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ട് പറഞ്ഞത്. ആ കാര്യങ്ങളിലേക്ക് വരുന്ന വഴിയിലാണ് നമ്മൾ ഈ ജില്ലാ വികസന സമിതിയിലേക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്കും ഒക്കെ എത്തിയത്. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് 2 കൊല്ലമായിട്ട് ഇത് കൂടുന്നില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അതിൽ ഈ പറയുന്ന നാട്ടിലുള്ള കോൺഗ്രസ്സുകാർക്ക് ഉത്തരവാദിത്തമില്ലേന്ന്. അവിടെ മുൻ മന്ത്രി ഉണ്ടല്ലോ, MLA ആയിട്ട് തിരുവഞ്ചൂരുണ്ടല്ലോ, ചാണ്ടി ഉമ്മനുണ്ടല്ലോ, ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന്. ഇവർ ചോദിച്ചില്ലേ ഈ 2 കൊല്ലമായിട്ട് ഇത് കൂടാത്തത് എന്തുകൊണ്ടെന്ന്? ഈ കെട്ടിടം എന്തുകൊണ്ട് ഇടിച്ച് പൊളിച്ചില്ല എന്ന്? എൻ്റെ ഡോക്ടർ ലാലേ, നമ്മൾ ഈ കൈരളിയെ കേൾക്കുന്ന CPM-ൻ്റെ സുഹൃത്തുക്കൾ പോലും ചിരിക്കും കേട്ടോ. നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമല്ല. പ്രതിപക്ഷം തെറ്റ് ചൂണ്ടിക്കാണിക്കും. ശ്രീ അനിൽകുമാർ വക്കീൽ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ചെയ്ത സമരങ്ങൾ, അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് എന്തിനാണെന്നൊക്കെ നമ്മളോട് ചർച്ച ചെയ്യണോ? എന്തിനാ പറഞ്ഞത് അതിലേക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ചോദ്യത്തിലെ കുഴപ്പം കൊണ്ടാണെന്നുള്ളത് അദ്ദേഹം പിന്നീട് പറയട്ടെ. പക്ഷേ താങ്കൾ ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടല്ലോ, ഈ കല്ലെറിഞ്ഞ കാര്യം അന്വേഷിച്ച് പോകുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ 2 കൊല്ലമായിട്ട് കൂടാത്ത സമിതിയുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നതിന് ഉത്തരം തരണ്ടേ? തിരുവഞ്ചൂർ ഇത് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളത് പറയണ്ടേ? എന്തുകൊണ്ട് അവിടുത്തെ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞത്, അല്ലെങ്കിൽ അത് ഇടിച്ചു പൊളിക്കാനായി DME പോയി ഉത്തരവ് ഇട്ട കെട്ടിടം എന്തുകൊണ്ട് ഇടിച്ചു പൊളിച്ചില്ല എന്ന് അന്വേഷിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ? അതോ ഇവർ ഇങ്ങനെ പ്രശ്നമുണ്ടായതിനു ശേഷം മാധ്യമങ്ങൾ ഇത് പൊക്കിക്കൊണ്ട് വരുമ്പോൾ റോഡിൽ കിടക്കാനും അടിയുണ്ടാക്കാനും മാത്രമുള്ളവരാണോ പ്രതിപക്ഷം, കോൺഗ്രസ്? അങ്ങനെയാണോ? അല്ല, അപ്പോൾ ഈ പ്രതിപക്ഷ സമരം ചെയ്യുന്നതിന് കൈരളി എതിരാണോ? പ്രതിപക്ഷ പാർട്ടികൾ സമരം ചെയ്യുന്നതിന് കൈരളി എതിരാണോ? അതിന് ഉത്തരം പറഞ്ഞാൽ ആദ്യം. ഇല്ല, അവർ സമരം ചെയ്യേണ്ടപ്പോൾ ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം കാണിച്ചില്ല. സമരം ചെയ്യണമല്ലോ ചെയ്യേണ്ടപ്പോൾ.
അങ്ങനെയും കൂടിയാണല്ലോ ജനാധിപത്യപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. സർക്കാരിന്റെ കണ്ണിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് പ്രതിപക്ഷവും കൂടി ചേർന്നാണല്ലോ. അവർ ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ മരണപ്പെടാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് ഇവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകാൻ, പ്രതിപക്ഷം നോക്കിക്കോളും, HDC അവർ കൂടിക്കോളും. എൻ്റെ സുഹൃത്തെ, ചാണ്ടിയുമ്മൻ MLA ആയിട്ട് എത്ര വർഷമായി? ഇവിടെ ശ്രീ അനിൽകുമാറിൻ്റെ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഈ 9 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ. ആരോഗ്യമന്ത്രിയാ പറഞ്ഞത് സിസ്റ്റം തകരാറാണ്. സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? കേരളത്തിലെ ആരോഗ്യ വകുപ്പ് സംവിധാനം തകരാറിലാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയല്ലേ? അപ്പം ഞാൻ പറയുന്നു പാർട്ടി സംവിധാനവും തകരാറിലാണ്. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി പഴി കേൾക്കേണ്ടി വരുന്നത്. യഥാസമയത്ത് പാർട്ടി ഇടപെടണം മന്ത്രിമാരെ നിയന്ത്രിക്കാൻ, പാർട്ടി ഇടപെടണം മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ. അതില്ല, പാർട്ടിക്ക് അത് പറ്റുന്നില്ല. ഇന്നലെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞറിയാവോ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. നേരത്തെ കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ കുറിച്ച് ആ ബിന്ദു എന്ന മരണപ്പെട്ട പാവം സ്ത്രീക്ക് വേണ്ടി പൊഴിച്ച കണ്ണുനീരൊക്കെ എത്ര ആത്മാർത്ഥതയുള്ളതാണെന്ന് ഇപ്പൊ സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം താങ്കൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുമ്പോഴാണ്. കഷ്ടമാണ് സാർ. അവിടെ കോട്ടയത്ത് ഒരു സ്ത്രീ മരിച്ചിടത്ത് താങ്കൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത് വലിയ കഷ്ടമാണ്. താങ്കളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് താങ്കൾ പറയണം. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ചാണ്ടിയുമ്മൻ അവിടെ ഒന്ന് കാണിച്ചത്. മനസ്സിലായോ? അവിടെ തെരച്ചിൽ നടത്താൻ പറഞ്ഞത് ചാണ്ടിയുമ്മനാണ്. അത് ഉത്തരവാദിത്വം. അയാളുടെ ഉത്തരവാദിത്വം പ്രസംഗിക്കലോ എഴുതലോ അല്ല, എഡിറ്റോറിയൽ. അവിടെ മന്ത്രിമാർ അവിടുത്തെ ആശുപത്രി ഇവരൊക്കെ അത് തെരച്ചിൽ അവസാനിപ്പിക്കാനുണ്ടല്ലോ. ചാണ്ടിയുമ്മൻ തിരച്ചിൽ ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ധ്വനിയുണ്ടല്ലോ, അത് തെറ്റാണ്. ഞാനിതാ ഇവിടെ നേരത്തെ പറഞ്ഞ ജയ്മോന്റെ കാര്യം പറഞ്ഞല്ലോ. ആ ജയ്മോൻ 10:50 അവിടുന്ന് കൊണ്ടുവന്ന JCB അതിനകത്തേക്ക്, ആ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ എത്ര സമയമെടുത്തു എന്നറിയോ? അത് ഓരോരോ കാര്യങ്ങൾ കടന്ന് അവിടെ എത്തണമെങ്കിൽ അവിടുത്തെ മതിലുകൾ, അവിടുത്തെ എന്താണ് എൻട്രൻസ്, ആ ഭാഗത്തേക്കുള്ള മറ്റ് കെട്ടിടങ്ങളുടെ തടസ്സങ്ങൾ, ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് നീക്കി വേണം അങ്ങോട്ടേക്ക് പോകാൻ. ആ JCB അങ്ങോട്ട് പോയാൽ പോലും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നതാണ്. ഇതൊക്കെ നമ്മളിന്ന് കാണിച്ചതാണ്. ഇതൊക്കെ മറച്ചു പിടിക്കരുത് സാർ. എൻ്റെ ഡോക്ടർ ലാല, ഇന്നലെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണിത്. മനസ്സിലായല്ലോ? നിങ്ങൾ അതൊക്കെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആയില്ല. ആളുകൾ TV എടുത്ത് യൂട്യൂബ് എടുത്ത് കാണും. വെറുതെ നമ്മൾ ഈ ചർച്ച നമ്മൾ വഴിതിരിച്ച് കൊണ്ടുപോയി നമ്മൾ സ്വയം നാണം കടല്ലേ? ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിലേക്ക് പോയ കല്ലിന്റെ കാര്യം പറഞ്ഞതൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ എന്തിനു ചോദിക്കുന്നു എന്നൊക്കെ ചോദിച്ചത്. ഞാൻ വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളിലേക്കുള്ള സമയമാണ്. ഇപ്പോൾ കേട്ട കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മിനിറ്റ്, അത് പൂർത്തിയാക്കൂ. ഒരു മിനിറ്റ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണത് അത് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടിട്ടാണോ എന്നെന്ന് മന്ത്രി വാസവൻ ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമാണെന്ന് ചോദിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ലേ? അത് രാഷ്ട്രീയം വരും. അതില് രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ഇതാണ് സംഭവിക്കുന്നത്. അനിൽകുമാർ, നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളിൽ എപ്പോഴാണ് മന്ത്രിമാർ സംസാരിക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇതാ നോക്കൂ, ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് ഇതിനിടയിൽ കൂടി ഈ കോലിട്ട് ചോദിപ്പിച്ച് പറയിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് മന്ത്രി വാസവൻ അവിടെ എവിടെയെങ്കിലും നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നില്ല, ഇതാ ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയുമായിരുന്നു. അദ്ദേഹത്തോട് ആവർത്തിച്ച് പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഏതോ കമൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് അല്ല, കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് പറയുകയാണ് നമ്പർ 1 എന്ന് ഇനി നിങ്ങൾ പറയരുത് എന്നൊക്കെയാണ്. അനിൽകുമാർ, പറയൂ മറുപടി. അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കണം എന്നൊരു മന്ത്രിയും പറഞ്ഞതായിട്ട് ഒരു ബൈറ്റ് നിങ്ങൾ കേൾക്കില്ല. 2, തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു മന്ത്രിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് ബൈറ്റ് കേൾപ്പിച്ചാലും
ഒരു കാര്യവും അങ്ങനെ ഉണ്ടാവില്ല. ഇല്ലാത്ത കാര്യം, മന്ത്രിമാർ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ്. അവിടെ തെരച്ചിൽ തുടരുകയാണ് എന്ന് വീണ ജോർജ് പറയുന്നത് നിങ്ങൾ കേൾക്കും. പക്ഷേ അത് മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ബാക്കി തുടരുകയാണ് എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാണ്ട് തെരച്ചിൽ അവസാനിപ്പിച്ചെന്നോ JCB വരണ്ട എന്നോ ഒരു മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആരുടെ തീരുമാനപ്രകാരമാണ് കെട്ടിടം പൊളിച്ചത്? മന്ത്രിമാർ പറഞ്ഞു തെരച്ചിൽ നടത്തണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആരുടെ തീരുമാനപ്രകാരമാണ് കെട്ടിടം പൊളിച്ചത്? അവിടെ ചാണ്ടി ഉമ്മൻ അഭിനന്ദനീയമായ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ചാണ്ടി ഉമ്മൻ ചെയ്ത ഒരു കാര്യം എന്താണ്? മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹവുമായി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മൃതദേഹം അടങ്ങുന്ന ആംബുലൻസ് തടഞ്ഞു. എന്തിനാണ് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞ് അനാദരവ് കാട്ടിയത്? അതെന്ത് സമരമാർഗമാണ്? വേണമെങ്കിൽ ബിന്ദുവിൻ്റെ വീട്ടുകാർക്ക് പറയാം, ദാ ഞങ്ങൾ ഈ മൃതദേഹവുമായി പോകുമ്പോൾ തീരുമാനങ്ങൾ ഉണ്ടായിട്ട് പോകുന്നുള്ളൂ. അവരല്ല, അവർ കൊണ്ടുപോവുകയാണ്. ഞങ്ങളാ കൊണ്ടുപോകുന്ന കൂടെ ഞാനുണ്ട്. തടയുകയാണ് ചാണ്ടി ഉമ്മൻ. എന്തിനാണ് ചാണ്ടി ഉമ്മൻ തടയുന്നത്? അവിടെ ആഭാസത്തരം കാണിക്കുന്നത്? എന്നിട്ട് ഇന്ന് അദ്ദേഹം ഓടിയിരിക്കുകയാണ്. എവിടെ ഓടിയിരിക്കുന്നത്? അവിടുത്തെ മെൻസ് ഹോസ്റ്റലിൽ ചില പഴയ കോൺക്രീറ്റുകളുടെ അതിൻ്റെ മേൽത്തട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് താഴെ വീണിട്ടുണ്ട്. സത്യമാണ്. ചില ബാത്റൂമുകൾ കേടുപാടുണ്ട്, അതും സത്യമാണ്. പക്ഷേ അത് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നറിയോ? പുതിയ 6 നില കെട്ടിടം മെൻസ് ഹോസ്റ്റലിൽ പണിതിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് പൊക്കഴിഞ്ഞപ്പോൾ ഏതൊരു പഴയ കെട്ടിടമാണോ ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാണിച്ചത് അവിടെ നിർത്തിയിട്ട് പുതിയ മെൻസ് ഹോസ്റ്റലിലേക്ക് അങ്ങോട്ട് മാറ്റാൻ തക്കവണ്ണമുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാൻസിഷൻ പീരീഡിൽ, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈ സർക്കാർ 9 കൊല്ലക്കാലം ഒന്നും ചെയ്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരൂ. അതുകൊണ്ട് മന്ത്രിമാർ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കള്ളം പറയുന്നു. എന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മന്ത്രിമാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരുടെ ചോരയ്ക്ക് ദാഹിക്കുന്നു. ആ ചോര വിഷമുള്ളതാണെന്ന് ഒരു മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയുടെ നാക്കിൽ, മുൻ മന്ത്രിയുടെ നാക്കിൽ വിഷമല്ലാതെ മറ്റെന്താണ് ശ്രീകുമാർ സാറേ? നിങ്ങളൊരു MLA ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നതിന് ന്യായം എന്താണ് സാറേ? ഇതൊക്കെ കാണിക്കുന്നത് അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭ്രാന്തല്ലേ? 3 പോയിന്റുകൾ ഞാൻ പറയും. 1, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല നമ്പർ 1 ആണോ? പ്രതിരോധ കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും, ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യവും, ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും, ഇതെല്ലാമുള്ള കേരളം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവാണ്. ആ മികവിൽ നമ്പർ 1 ആണ്. നമ്പർ 2, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം കേരളത്തിൻ്റെ ആശുപത്രികളുടെ ആധുനീകരണമായിരുന്നു. പുതിയ ആശുപത്രികൾ, പുതിയ ചികിത്സാ സൗകര്യങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, അതിനാവശ്യമായ പണം കിബിയിലൂടെ 10,000-ലേറെ കോടി രൂപ അതിനെ അനുവദിച്ച് കേരളമാകെ മാറിയത് നിങ്ങൾ കാണും. മാത്രമല്ല, കേരളത്തിലെ 311 ആശുപത്രികൾക്ക് കേന്ദ്ര സർക്കാർ ഉന്നത നിലവാര ആശുപത്രികളാണെന്ന് സർട്ടിഫിക്കറ്റ് തരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ആരോഗ്യ മേഖലയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെന്ന് കേന്ദ്രം എഴുതി സർട്ടിഫിക്കറ്റ് തരുന്നു. ഇതൊക്കെ കണ്ടില്ല, ഇതൊന്നും നമ്പർ 1 അല്ല എന്ന് പറഞ്ഞാൽ ഏതിനെ അപേക്ഷിച്ചാണ് നമ്പർ 1? നിങ്ങൾ അമേരിക്കയിൽ വൻ പണം കൊടുത്ത് നടത്തുന്ന പരിപാടിയെ ആശ്രയിച്ചല്ല. ആ അമേരിക്കയിൽ വൻ പണം കൊടുത്ത് നടക്കുന്ന ആരോഗ്യ മേഖലയിലാണ്. കോവിഡ് വന്നപ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രായമായവർ ചത്തുപൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രായമായവർക്ക് കൊടുത്തിരുന്ന വെന്റിലേറ്റർ എടുത്ത് പ്രായമില്ലാത്തവർക്ക് കൊടുത്തത്. പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രായമുള്ള 102 വയസ്സുകാരിയെ രക്ഷിച്ച കേരളമാണ്. അതാണ് നമ്പർ 1. നിങ്ങൾ പറഞ്ഞല്ലോ സിസ്റ്റത്തിൻ്റെ തകരാർ എന്ന് വീണ ജോർജ് പറഞ്ഞില്ല. മന്ത്രി പറയാത്ത വാക്ക് ശ്രീകുമാർ സാറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ബഹുജന ബന്ധമുള്ള അംഗീകാരമുള്ള ഒരാൾ പറയുന്നത് ഹൃദയവേദനയോടെ ഞാൻ കേട്ടു. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് അപേക്ഷിക്കുന്നു, സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞോ? ഇല്ല. എന്നാൽ എന്താണ് പറഞ്ഞത്? സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഒരു മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്ന യന്ത്രം അവിടെ ഉണ്ട്. യന്ത്രം 5-8 പേരുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ കല്ല് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ യന്ത്രത്തിൻ്റെ മുന വരുന്ന ഭാഗത്ത് പ്രോബ് എന്ന് പറയുന്ന ലിത്തോ പ്രോബ് എന്ന് പറയുന്ന ആ സാധനം കേടാകും. 32,000 രൂപ വിലയുള്ള സാധനമായിരുന്നു അത്. അത് 41,000 രൂപ വിലയായി മാറിയപ്പോൾ അത് വാങ്ങുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അതിലൊരു തർക്കം പറഞ്ഞു. തർക്കം എന്താ പറഞ്ഞത്? ഇത് ഡോക്ടർമാർ കുത്തിയൊടിക്കുന്നതെന്ന് പത്രവാർത്ത വന്നു. അതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു.
പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ ഒപ്പിടുന്നില്ല. ഇതാണ് ഡോക്ടർ ഹാരിസ് എഴുതിയത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്? ഇത്തരം സെൻസിറ്റീവായ ഉപകരണങ്ങൾ വളരെ വേഗം, വലിയ യന്ത്രമല്ല, അതിൻ്റെ അനുബന്ധമായി പെട്ടെന്ന് വാങ്ങേണ്ടി വരുന്ന കാര്യങ്ങൾ അനുബന്ധമായി പെട്ടെന്ന് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഹാരിസ് ഡോക്ടറെ പോലെയല്ല മുഴുവൻ ഡോക്ടറും, ഹാരിസ് ഡോക്ടറെ കൂടി അല്ല മുഴുവൻ ഡോക്ടറും. കുംഭസാരത്തിനെ കൂടെ പശുവിനെ കടത്താൻ പറ്റുന്ന യോഗ്യന്മാരുണ്ടല്ലോ. ശിവകുമാർ എന്ന് പറയുന്നൊരു മന്ത്രി, ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി, അങ്ങനൊരു മന്ത്രിയാണല്ലോ. നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാതൃക എന്താണ്? നിങ്ങളുടെ വികസനത്തിൻ്റെ മാതൃക എന്താണ്? മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും ഒരു സാധനം പാലാരിവട്ടം പാലം പോലെ തകർന്നു വീണോ? തകർന്നു വീണത് 60 കൊല്ലം മുമ്പത്തെ ഒരു നിർമ്മാണമാണ്. ആ നിർമ്മാണം ഉപയോഗിക്കുന്ന ഒരു നിർമ്മാണമായിരുന്നില്ല. എന്നാൽ പാവപ്പെട്ട വീട്ടമ്മ അതിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം. ശിവകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹം എങ്ങനെയാണ് ED കേസിൽ പ്രതിയായത്? അധിക സ്വത്ത് സമ്പാദിച്ചതിന്. അവിടെ വീണ ജോർജിൻ്റെ പേരുണ്ടാവില്ല, അവിടെ ശൈല ടീച്ചറുടെ പേരുണ്ടാവില്ല. സിസ്റ്റത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കോവിഡ് വന്നപ്പോൾ ഡോക്ടർമാർ മരിക്കാതിരിക്കാൻ, നഴ്സുമാർ മരിക്കാതിരിക്കാൻ, ലിനിയുടെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ അല്പം വില കൂടിയ 15,000 കിറ്റ് വാങ്ങിയതിനാണ് ശൈല ടീച്ചർ എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന ടീച്ചർ അമ്മയ്ക്ക് കോവിഡ് കള്ളി എന്ന് പേര് വിളിച്ച് നിങ്ങളുടെ വടകരയിലെ UDFൻ്റെ സ്ഥാനാർത്ഥി അലറിയത്. കൂടെ കുറെ കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും SDP-ക്കാരും തുള്ളിക്കളിച്ചത്. അത് കേരളമാകെ നടപ്പാക്കാനാണോ വരുന്നത്? അതിന് വീണ ജോർജിന്റെ ചോര അത് കുടിക്കാനാണോ വരുന്നത്? ശരി ശരി, വഴങ്ങില്ല സാർ, വഴങ്ങില്ല സാർ. ശരി, ഞങ്ങൾ 9 കൊല്ലക്കാലം ഈ കേരളത്തിലെ ഇത്തരത്തിൽ കാര്യങ്ങൾ അല്ല കേരളം എന്ന് പറയാൻ വേണ്ടി ഈ ഒരു മരണത്തെ ഉപയോഗിക്കുമ്പോഴാണ് മരണത്തിന്റെ വ്യാപാരം നടത്തുന്നു എന്ന ഒരു ചർച്ച വരുന്നത്. ശ്രീകുമാർ നോക്കൂ, നമുക്ക് നിലമ്പൂർ വന്ന ഒരു ആവേശമുണ്ട്. അത് കഴിഞ്ഞ് 2026 ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റൂ. കനകോലുവിൻ്റെ പ്രാധാന്യം അവിടെയാണ് CPM പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന്. അതൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങിയേ പറ്റൂ, അതല്ലേ സത്യം? അല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണെന്നും പ്രതിപക്ഷത്തിൻ്റെ സമരവീര്യം എന്താണെന്നും ഒക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല. എന്തായാലും കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ശ്രീ ചാണ്ടി ഉമ്മൻ ചെന്നതുകൊണ്ട് ഒരുപക്ഷേ ആ കുട്ടികൾ രക്ഷപ്പെട്ടേക്കാം. കാരണം എന്തായാലും അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുമല്ലോ. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ആരോഗ്യവകുപ്പ് എന്തായാലും അതിലേക്ക് പോയാൽ മതി. ഇനിയിപ്പോൾ അത് ചാണ്ടി ഉമ്മനാണ് പണിതത് എന്നും കൂടി പറഞ്ഞാൽ ബാക്കിയായി, പൂർത്തിയായി. അതെ, അല്ല, എൻ്റെ ഒരു മിനിറ്റ് സമയം എടുക്കല്ലേ. അവിടെ പുതിയ കെട്ടിടം പണിതിട്ട് എന്താ അങ്ങോട്ട് മാറാത്തതിൻ്റെ കാരണം എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം കോട്ടയത്തുള്ള CPMൻ്റെ സമുന്നത നേതാവ് ശ്രീ അനിൽകുമാറിനെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നൊരു കാര്യം, ഈ UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ രാഷ്ട്രീയമായിട്ട് LDFനെ നേരിടാനാണ്. അപ്പോൾ കനകുലുമല്ല, ആര് നല്ല നിർദ്ദേശം വെച്ചാൽ അതൊക്കെ അംഗീകരിക്കും. പക്ഷേ സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. എൻ്റെ ലാലേ, EMS നമ്പൂതിരിപ്പാടാണ് യൂത്ത് കോൺഗ്രസിനെ സമരം ചെയ്യാൻ പഠിപ്പിച്ചത്. ഇപ്പൊ പിണറായി വിജയൻ പഠിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി ശരി, അനിൽകുമാർ പറഞ്ഞോളൂ, ഒറ്റ മിനിറ്റ്. അല്ല, വിമോചന സമരം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഉണ്ടോ? വിമോചന സമര കാലത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം സമരം ആന്റണി ആരംഭിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് ആണോ KSU ആണോ ഉള്ളത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട ധിക്കാരികളാണ് നിങ്ങൾ. നെഹ്റുവിനെ പോലെ ഒരാളെ കൊണ്ട്, ജനാധിപത്യവാദിയെ കൊണ്ട് ചെയ്യിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഏറ്റവും വൃത്തികെട്ട കാര്യം ചെയ്യിച്ചവരാ നിങ്ങൾ. നിങ്ങൾക്ക് ജനാധിപത്യമില്ല, മര്യാദയില്ല. ഒരു മന്ത്രി, വനിതയായൊരു മന്ത്രി, അവരുടെ ചോര വിഷമുള്ളതാണെന്ന് ഒരു അഭിവന്ദനായ നിങ്ങളുടെ ഒരു വലിയ നേതാവ് പറഞ്ഞിട്ട് 3 തവണ ഞാൻ പറഞ്ഞിട്ട് മറുപടി ഉണ്ടോ? എന്താ മറുപടി ഇല്ലാത്തത്? ഈ ഭാഷ കൊള്ളാമോ? കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും വിസ്തൃതനായ ഒരു ഡോക്ടറെ അവനെന്ന് വിളിച്ച നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യമാണെങ്കിൽ നിങ്ങളെ ജനങ്ങൾ പഠിപ്പിക്കും.
ഡോക്ടർ ജയകുമാർ അടക്കമുള്ള ഇവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ ചികിത്സിക്കുന്ന ആ ചികിത്സ അനുഭവിച്ചിട്ടുള്ള ജനസമൂഹം ഇവിടെയുണ്ട്. ശരി, നിങ്ങളുടെ ഈ പേക്കൂത്ത് കാണുന്ന ജനസമൂഹം മാത്രമല്ല, ഇപ്പുറത്ത് വേറൊരു ജനസമൂഹമുണ്ട്, അനുഭവസ്ഥരുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ സെക്കൻഡാണ് തരാനുള്ളത്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത് ഒരു ആവശ്യമാണിപ്പോൾ രാഷ്ട്രീയമായി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് അതവർ ഉപയോഗിക്കുന്നു. അല്ല, അവർ പറഞ്ഞോട്ടെ. ഞാൻ നോക്കൂ, ശ്രീകുമാരിയേട്ടൻ പറഞ്ഞ രാഷ്ട്രീയത്തിനോട് ഞാൻ എതിരൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ നമ്മളതിനെ ബദലായി പറയുക എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തെ ഒരു ദുരുദ്ദേശം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമുണ്ട്. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കി, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ചെന്ന ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞു. ചാണ്ടി ഉമ്മൻ പോയി അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ ശോചനീയാവസ്ഥയിലാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ ഒരു കോള് കിട്ടിയാൽ അവരവിടെ നിന്ന് ഇറങ്ങത്തേയില്ല. അങ്ങനൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരിക്കുക? എനിക്കിത് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക. ഈ പറയുന്ന MBBS സ്റ്റുഡൻസോ അങ്ങനെയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസോ ഒക്കെ ആയിരിക്കുമല്ലോ അവിടെ പഠിക്കുന്നത്. അവരുടെയൊക്കെ ജനാധിപത്യ ബോധം എടാ. അപ്പോൾ ചാണ്ടി ഉമ്മൻ ചെന്നപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത്. അത് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകന് കിട്ടാനുള്ള ഒരു ബൂസ്റ്റ് അത് ശ്രീമാറിയേട്ടനം കൊടുക്കുന്നതേ ഉള്ളൂ, കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നതേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം മനോരമ അങ്ങനൊരു വലിയ ശ്രമം നേരത്തെ തന്നെ എടുത്തിരുന്നു. ശരി, സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും നമുക്കറിയാം, കേരളം നമ്പർ 1 തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥവുമല്ല. പക്ഷേ ഇവിടെ പല കാര്യങ്ങൾക്കും നമുക്ക് മുമ്പിൽ തന്നെ സ്ഥാനമുണ്ട് എന്നുള്ളത് കണക്കുകളും എല്ലാം തെളിയിക്കുന്നു. അപ്പോഴും നമ്മുടെ യുവ നേതാക്കന്മാർ ചിലരൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്താണ്? നിപ്പ വന്നവരെല്ലാം മരിച്ചുപോയി കേരളത്തിൽ എന്ന് പറഞ്ഞ തെറ്റായൊരു വാർത്തയും വ്യാജ വാർത്തയും നമ്മൾ കണ്ടു, വ്യാജ പരാമർശവും നമ്മൾ കണ്ടു. അതൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ എങ്ങനെയും തൂത്തെറിയാമെന്ന് പറഞ്ഞ് ദുഷ്ട ലക്ഷ്യത്തോടു കൂടി പറയുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമാണ് മനസ്സിനകത്തുള്ളത്: കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി നമുക്ക് 2026 കയറാൻ പറ്റുമോ എന്ന് നോക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ദയവായി ഒരു സ്ത്രീയുടെ മരണത്തെ ദയവായി ഉപയോഗിക്കരുത്. അത് ആത്മാർത്ഥമായിട്ടല്ല, അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാകുമ്പോൾ പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് അനിൽകുമാർ, N. ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.